കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. യെസ് സജോ, എന്തൊക്കെയുണ്ട് വിശേഷം കൊച്ചിയിൽ? കൊച്ചി ശാന്തമായിട്ട് വളരെ സമാധാനമായിട്ട് പോവുകയാണ്. ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. ഒരു വശത്ത് വനം വകുപ്പൊക്കെ വെട്ടിലായി നിൽക്കുന്നു. യെസ്, അതാണ് ഈ വേടനെതിരായ പുലിപ്പല്ല് പിടിച്ചതിന് ശേഷം വനം വകുപ്പ് പുലിവാലിലായി എന്ന് പറയണമല്ലേ. അപ്പോൾ ഈ കേസിലെ തുടർ നടപടികളൊക്കെ ചർച്ച ചെയ്യാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു യോഗം ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ യോഗത്തിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സിജോ? റോഷി, അതായത് ഈ കേസിൽ വേടനെതിരായ കേസിൽ ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് സ്വീകരിച്ചത് കടുത്ത നിലപാടാണ്. പക്ഷേ ആ വിഷയത്തിൽ വ്യാപകമായി വിമർശനം ഉയർന്നു വന്നു. വനം വകുപ്പ് മന്ത്രി തന്റെ നിലപാടിൽ മലക്കം പറയുന്നത് കണ്ടു. ഇക്കാര്യത്തിൽ മറ്റു പലർക്കും കിട്ടിയ നീതി അത് നീതിയാണെങ്കിൽ വേടനും കിട്ടണമെന്ന പ്രതികരണത്തിലേക്ക് പോലും എത്തിയെന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായ ആഭ്യന്തരമായ പരിശോധനയുണ്ടാകും എന്ന് മന്ത്രിക്ക് വ്യക്തമാക്കേണ്ട സാഹചര്യം വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്ന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിയാണ്. ഈ വേടന്റെ ജാമ്യാപേക്ഷ അതിശക്തമായി എതിർക്കുകയും അക്കാര്യത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കോടതിയിൽ. പക്ഷേ കോടതി അക്കാര്യത്തിൽ ഒരു നിരീക്ഷണമായി ഉത്തരവിലടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അതിൽ പറയുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുള്ളതായി കാണാൻ കഴിയില്ല, ഒപ്പം ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിട്ടില്ല എന്ന നിലയ്ക്കാണ്. അത് ഈ വിമർശനങ്ങളെ സാധൂകരിക്കും വിധമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായത്. അതായത് ഒരു അനാവശ്യ തിടുക്കം, ഒരു വേഗത പതിവില്ലാത്ത വിധം ഉണ്ടായി ഈ കാര്യത്തിൽ എന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. രാഷ്ട്രീയ സമ്മർദ്ദം, സാമൂഹിക സമ്മർദ്ദമൊക്കെ ഉയർന്നു വന്നു. അങ്ങനെ ആ നിയമപരമായ ഒരു തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടായി. അതിന് പിന്നാലെ ഈ രാഷ്ട്രീയ സാമൂഹിക സമ്മർദ്ദം, പ്രത്യേകിച്ച് CPM അടക്കം, ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPM അടക്കം അടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നില വന്നു. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വേടനെ പിന്തുണച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനിയിപ്പോൾ കൂടിയാലോചനകൾക്ക് ശേഷം തുടർ നടപടികൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോയത്. അതായത് DFO അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടി എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ പുലിപ്പല്ലിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ ഹൈദരാബാദിലെ ലാബിലേക്ക് അയക്കണം. അതിന് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകണം. അതുകൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും വേഗത്തിലുള്ള തുടർ നടപടി. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതിലെ പരിശോധന എന്ന നിലയ്ക്ക് കൈമാറിയ ആൾ, അതായത് രഞ്ജിത്ത് കുമ്പടി എന്ന കൈമാറി എന്ന് കരുതപ്പെടുന്ന ആളെ അടക്കം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ള വിളിച്ചു വരുത്തുക. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്തുക, അദ്ദേഹം വിദേശത്താണ് ഉള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വേടന്റെ മാനേജർക്കടക്കം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ള തിരക്കിട്ട നീക്കമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം തിരക്കിട്ട നീക്കങ്ങൾ തൽക്കാലം ഉണ്ടാകില്ല. അതായത് വനം വകുപ്പ് മന്ത്രി തന്നെ അതൃപ്തി പരസ്യമാക്കി CPIM നിലപാട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും നിർദ്ദേശം നൽകുകയും ചെയ്തതായാണ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ആദ്യം ഉണ്ടായില്ല അവധാനത എന്ന പരാതി വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവധാനതയോടുകൂടി ഇടപെട്ടാൽ മതിയാകും എന്ന നിലയ്ക്കുള്ള നിർദ്ദേശം ഇതിനകം തന്നെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിടുക്കപ്പെട്ട നീക്കം ഉണ്ടാകില്ല. ഈ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇനി മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ഒപ്പം ശാസ്ത്രീയ പരിശോധനാ ഫലം വരെ കാത്തിരിക്കുക എന്നൊരു നിർദ്ദേശം കൂടി ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒരു അമർഷം ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് മന്ത്രി അങ്ങനെ പറയുമെന്നൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു അമർഷവും ഒക്കെ ഈ യോഗത്തിൽ എങ്ങനെയായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച നടക്കുക? റോഷി, ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച ഒരു നിലപാട്, അതായത് രാജ്യത്തും നിലവിലുള്ള നിയമപ്രകാരം മാത്രമാണ് നടപടിക്രമങ്ങൾ ഉണ്ടായത്. ഏതെങ്കിലും നിലയ്ക്ക് ഇക്കാര്യത്തിൽ വീഴ്ച ആരോപിക്കത്തക്ക വിധം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത്. അതായത് രാജ്യത്ത് നിയമമുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങൾ വന്യമൃഗങ്ങളുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങളോ മറ്റോ കൈവശം വെക്കുക, സൂക്ഷിക്കുക, കൈമാറുക എന്നത് യഥാർത്ഥത്തിൽ നിയമപരമായി ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റുള്ളതായി പറയാൻ കഴിയില്ല. അതിൽ പക്ഷേ ഇക്കാര്യത്തിൽ ധാർമ്മികമായതും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. നിയമം എടുത്ത് പ്രയോഗിക്കാനാണെങ്കിൽ പലതരം നിയമങ്ങൾ പ്രയോഗിക്കാം. പ്രത്യേകിച്ച് വന്യജീവി നിയമങ്ങളുടെ കാര്യത്തിൽ കടുത്ത പല വകുപ്പുകളും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പ്രയോഗിക്കുമ്പോൾ അക്കാര്യത്തിൽ അവധാനത ഉണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ മന്ത്രിയടക്കം എന്ന് പറയുന്നുണ്ട്. നിയമപരമായ തെറ്റില്ല. പക്ഷേ അത് ഉദ്യോഗസ്ഥർ പറയുന്നതും ഈ കാര്യത്തിൽ ഇങ്ങനൊരു ഇൻഡിമേഷൻ ലഭ്യമാകുന്നു പുലിപ്പല്ലിന്റെ കാര്യത്തിൽ, ബാക്കിയെല്ലാം നിയമപരമായ നടപടിക്രമങ്ങളാണല്ലോ എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. അത് പക്ഷേ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും നിലയ്ക്ക് ഉദ്യോഗസ്ഥരുടെ അമർഷവും
ആശയക്കുഴപ്പവും ഒക്കെ അവർ പ്രകടമാക്കുന്നുണ്ട് പലപ്പോഴും. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം ചെയ്തു എന്ന് ഈ കാര്യത്തിൽ ആരോപിക്കാൻ കഴിയുകയില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ആദ്യം മുതൽ കോടതിയിൽ സ്വീകരിച്ചതാണെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണെങ്കിലും കസ്റ്റഡി ആണെങ്കിലും നിയമവിരുദ്ധമായ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുകയില്ല എന്നാണ് അവരുടെ വാദം. അത് പക്ഷേ നിയമപരം എന്നതിനപ്പുറത്തേക്ക് ഉള്ള രാഷ്ട്രീയ ധാർമ്മിക വശങ്ങൾ പരിഗണിക്കാതെയുള്ളതാണ്. അത് ഉദ്യോഗസ്ഥർക്ക് പരിഗണിക്കണം എന്ന് നിർബന്ധം പിടിക്കാനൊന്നും കഴിയില്ല. പക്ഷേ അവരുടെ അതൃപ്തി ഇതിനകം തന്നെ അവർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്.